ഇന്ന വകുപ്പിൽ ഒരു കേസ് ഉണ്ടായി. ഒരു 23 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. നോമ്പ് തുറന്നു കഴിഞ്ഞാല് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ബെഡിലേക്ക് വീഴണം എന്നുള്ള അത്രയും ക്ഷീണമായിരുന്നു ആ കുട്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. സോ അമിതമായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തളർച്ചയും ക്ഷീണവും നമ്മുടെ മുഖവും ശരീരമൊക്കെ ഇങ്ങനെ വിളർത്ത് നിൽക്കുകയും സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ശ്വാസമുട്ട്, ഹൃദയമിടിപ്പ് വേഗത്തിലായി മാറുന്നു, കൈകാലുകളൊക്കെ തണുത്ത് നിൽക്കുക, വല്ലാത്തൊരു തലക്കറക്കവും തലവേദനയും തലക്കൊരു ഘനം കൂടി നിൽക്കുന്ന പോലെ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്നീ സിംറ്റംസ് നിങ്ങളുടെ ബോഡി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും വിളർച്ച അഥവാ അനീമിയ എന്നുള്ള കണ്ടീഷന്റെ ലിസ്റ്റിലേക്ക് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. സോ നോമ്പ് സമയത്ത് ഇത്തരം കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അയൺ സപ്ലിമെന്റ്സും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇഫ്താറിന്റെയും സുഹൂറിന്റെയും ടൈമിൽ പ്രോപ്പർ ആയിട്ട് അയൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഈത്തപ്പഴം, മാംസങ്ങള്, കരള്, പച്ചക്കറികള്, ഇലക്കറികള്, പയർവർഗ്ഗത്തിൽ നോക്കുകയാണെങ്കിൽ ചെറുപയറ്, വൻപയറ്, കടല, സോയാബീൻസ്, ഡ്രൈ ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, റേസിൻസ്, ബീട്രൂട്ട്, ചീര, മുട്ട എന്നിവയും നമ്മുടെ ഫുഡിന്റെ മെനുവിലേക്ക് നമ്മൾ അത്യാവശ്യമായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച്, നെല്ലിക്ക എന്നിവ കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലുള്ള അയൺ എബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തളർന്ന അവശനാകുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. Thank you for watching my video. Stay tuned for more healthy videos.